ഹായ്. കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണിത്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് 75 കോടി രൂപ തട്ടിയെന്നത്. ഈയിടെയായിട്ട് ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളുടെ വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. 500 കോടി, 400 കോടി, 1000 കോടി, കോടികളാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. എന്തുകൊണ്ട് ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ കേരളത്തിൽ കൂടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അമിത ലാഭത്തിന്റെ പുറകെ മാത്രമാണ്. ആരാണോ കൂടുതൽ ലാഭം തരുന്നത് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞു. അത് അവർക്ക് എത്ര കാലം തരാൻ കഴിയുന്നോ ആ ഇട്ട പൈസക്ക് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ കിട്ടുന്നു, ഞാൻ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊരു മെത്തേഡിലോട്ട് മലയാളികൾ എല്ലാവരും മാറിക്കഴിഞ്ഞു. പക്ഷെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, എത്ര കാലം നമുക്കത് തിരിച്ചു കിട്ടും, അത് കഴിഞ്ഞ് നമുക്ക് ആ ഫണ്ട് എപ്പോ വിഡ്രോ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കേണ്ടതാണ്. ലാഭം എത്ര കിട്ടുന്നതല്ല, കിട്ടുന്ന ലാഭം എത്ര ഗ്യാരണ്ടിയോട് കൂടി കിട്ടും, നമ്മളെ ഫണ്ടിനോട് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇൻവെസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത്. കാരണം ഇത്തരം ആളുകൾക്ക്, തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് 4-5 കൊല്ലമൊക്കെ അവർ തരും, നല്ല ലാഭം തരും. കാരണം അടുത്ത ആൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനടുത്ത് തരാൻ കഴിയും, ഒക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ 5-6 കഴിയുമ്പോൾ പെട്ടെന്ന് അവർ അപ്രത്യക്ഷമാവണം. ആ ഇൻവെസ്റ്റ് വാങ്ങിയ കമ്പനി ഉണ്ടാവില്ല, ആ ഓഫീസ് ഉണ്ടാവില്ല, അവിടെ ഓണേഴ്സ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. പക്ഷെ ഇത്തരം തട്ടിപ്പുകളിലൊന്നും പെടാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാരണ്ടിയുള്ള പല സർക്കാർ ഗ്യാരണ്ടി തന്നെയുള്ള പല സ്കീമുകളും LIC പോലുള്ള സംഗതികളും എല്ലായിടത്തും ഉണ്ട്. പോസ്റ്റ് ഓഫീസുകളുണ്ട്, LICയിലുണ്ട്. LICയിലൊക്കെ 100% ഗ്യാരണ്ടി ഉള്ള സ്കീമുകളുണ്ട്. ഇട്ട ഫണ്ട് തിരിച്ചു തരും, എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു തരും. അത്രയും കാലം നിങ്ങൾക്ക് പെൻഷൻ തരും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് തരും. ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും ലാഭത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടാൻ കാരണം. ഇനിയെങ്കിലും നിങ്ങൾ പോലുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്യാരണ്ടിയുള്ള 100% ഗ്യാരണ്ടിയുള്ള സ്ഥലത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾ തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ റിട്ടേൺസ് ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക.